സൺഡേ എന്താ പരിപാടി? ഞങ്ങളൊന്ന് ലുലു പോകാൻ ഇറങ്ങിയതാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് പോയതും. എന്നാലും പി ജിയിൽ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഒന്ന് ചുമ്മാ കറങ്ങാമെന്ന് കരുതിയിട്ട് ബോറടിച്ചപ്പോൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ നേരെ പോയത് ഫാഷൻ സ്റ്റോറിലോട്ടാണ്. പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലെങ്കിലും അവിടെ ചുമ്മാ കയറി ഒന്ന് ഇറങ്ങുക എന്നുള്ളത് ഒരു സുഖമുള്ള കാര്യമല്ലേ, നിങ്ങളായാലും ചെയ്യാറില്ലേ? പക്ഷെ അവിടെ ചെന്നപ്പോൾ എൻ്റെ കണ്ണിലുടക്കിയത് ഈ വളകളാണ്. സെറ്റ് ചെയ്ത് വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം അതിനനുസരിച്ചുള്ള റേറ്റും ഉണ്ട്. എന്നാലും ചുമ്മാ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോയത് ചേച്ചിക്ക് ഒരു ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കളക്ഷൻ ഇല്ല, അതുകൊണ്ട് അത് എടുത്തില്ല, അവിടെ വെച്ചിട്ട് തന്നെ പോകുന്നു. പിന്നെ ചുമ്മാ മേക്കപ്പ് സെക്ഷനിൽ ഒന്ന് കണ്ണോടിച്ചു. പിന്നെ ചുറ്റി തിരിയാനൊന്നും നിന്നില്ല, നേരെ വിട്ടു ഹൈപ്പർ മാർക്കറ്റിലോട്ട്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുക്കാനുണ്ടായിരുന്നു, അത് നേരെ എടുക്കാൻ വേണ്ടി പോയി. അത്യാവശ്യം നല്ല ഫ്രഷ് വെജിറ്റബിൾസ് തന്നെ ഇവിടെ വന്നാൽ ഞങ്ങൾ എടുക്കാറുണ്ട്. എപ്പോഴൊന്നും ഞങ്ങൾ ഇങ്ങോട്ട് വരാറില്ല, എന്നാൽ വരുന്ന ടൈമിൽ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടാണ് പോവാറുള്ളത്. ഇനി ഒന്നും വാങ്ങിക്കേണ്ട എന്ന് കരുതി ഇവിടെ കയറിയാലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടല്ലാതെ പോവാറില്ല. ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിലും വില കണ്ടപ്പോൾ അവിടെ തന്നെ വെച്ച്. ഇത് നോക്കിയേ, എന്ത് വലിയ മുന്തിരിയാണല്ലേ! ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഇത്ര വലിയ മുന്തിരി കാണുന്നത്. പിന്നെ അതിൻ്റെ ഗ്രീൻ കളറും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് ഈ സാധനം കണ്ടത്. എന്താണെന്ന് അറിയാൻ അവിടെ പോയി നോക്കിയെങ്കിലും വാങ്ങിച്ചൊന്നുമില്ല. പക്ഷെ അവിടെ കണ്ടൊരു ക്രീം ബണ്ണ് വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അതും വാങ്ങിച്ച് കഴിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് അപ്പുറത്ത് സീ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത് കണ്ടത്. അവിടുത്തെ മെയിൻ ഷെഫാന്ന് തോന്നുന്നുണ്ട് ആ പുള്ളിക്കാരി. കുറേ ചേട്ടന്മാർ ആ പുള്ളിക്കാരിയുടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് അവരുടെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നൈസായിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കി. എൻ്റെ അമ്മ, വെറൈറ്റീസ് ഓഫ് സീ ഫുഡ് ഐറ്റംസ് അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ചെമ്മീനും ഞണ്ടും കപ്പയും മീൻകറിയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബില്ലിങ്ങിനായിട്ട് വിട്ടു. ആ ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു, ക്യൂ നിൽക്കേണ്ടി വന്നു. ചേച്ചീനെ ക്യൂ നിർത്തിയിട്ട് ഞാൻ അപ്പുറത്ത് മാറി നിന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വിട്ടത് വെബ്സൈറ്റിലോട്ടാണ്. ഒന്ന് രണ്ട് ഡ്രസ്സസ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഫാഷൻ സ്റ്റോറിൽ നിന്ന് നോക്കി, ഞങ്ങൾക്കൊന്നും ഇഷ്ടമായില്ല. അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് കയറി നോക്കാമെന്ന് കരുതി. ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് വെബ്സൈറ്റിൽ. ഞാൻ മെയിനായിട്ട് അവിടെ കയറുന്നത് മിറർ സെൽഫി എടുക്കാൻ വേണ്ടി മാത്രമാണ്. മിറർ എവിടെ കണ്ടാലും നമുക്ക് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കണം എന്നാണല്ലോ പറയാറ്. പിന്നെ കുറച്ച് നേരം അവിടുത്തെ കളക്ഷൻസൊക്കെ നോക്കി നിന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ചേച്ചിനെ നോക്കിയപ്പോഴാണ് ചേച്ചി ഒരു ബ്ലാക്ക് ചുരിദാറിൽ തട്ടി നിൽക്കുന്നത് കണ്ടത്. പുള്ളിക്കാരിക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ റേറ്റ് കണ്ടപ്പോൾ ഞെട്ടിയിട്ടാണ് അത് പറയുന്നത്. ആ ഒരു പറച്ചിൽ കണ്ടോ, റേറ്റ് കണ്ടിട്ടാണ്. അപ്പോൾ അതൊക്കെ നോക്കി അതിനെപ്പറ്റിയൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു നിന്നു. വേറെയും കളക്ഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതൊക്കെ നോക്കാൻ വേണ്ടിയുള്ള പോക്കാണ് ഇനി ചേച്ചി. നോക്കാം ചേച്ചി എന്തെങ്കിലും എടുക്കുമോ ഇല്ലയെന്ന് അറിയില്ല, എന്നാലും പോയി നോക്കാം പിന്നാലെ. വേറെ ഒരുപാട് ഡ്രസ്സ് നോക്കിയെങ്കിലും നമുക്കൊന്നും അങ്ങോട്ട് സെറ്റായില്ല. കാരണം ഒന്നുകിൽ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് ഉണ്ടാവില്ല, എന്നാൽ നമ്മൾ ബഡ്ജറ്റിനനുസരിച്ചുള്ളതിനാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ വിട്ട് ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പരിപാടിക്ക് കടന്നു. നേരെ ചെന്നു, വണ്ടി നോക്കി നടപ്പാണ്. ഇനി വണ്ടി എവിടെ വെച്ചതെന്ന് ഓർമ്മയില്ല ഗൈസ്. അപ്പം ഞങ്ങളതിങ്ങനെ നോക്കി നടക്കുക. രണ്ടുപേർക്കും കിളി പോയ മട്ടായിരുന്നു. നടക്കുന്ന കണ്ടില്ലേ, ഇതേ അവസ്ഥയായിരുന്നു എൻ്റെ. എവിടെയാണ് വണ്ടി വെച്ചതെന്ന് ഒരു ഓർമ്മയുണ്ട്. അങ്ങനെ ലാസ്റ്റ് കിട്ടി. പിന്നെ അതെടുത്ത് നേരെ പി ജിക്ക് വിട്ടു. ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങണം.